റോസ് വാട്ടറും വാസലിനും ഇതുപോലെ നിങ്ങൾ തേച്ച് നമ്മുടെ സ്കിന്നുണ്ടല്ലോ, എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് മാത്രമല്ലാണ്ടല്ലോ, നമുക്ക് നമ്മുടെ കാൽപാദം വിണ്ട് കീറുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽപാദം വിണ്ട് കീറുന്നതിനും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ അതല്ലാണ്ട് നമുക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ലേ, അപ്പോൾ അതിനും ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കവാറൊക്കെ വീട്ടിൽ വാസലിൻ നിൽപ്പുണ്ടാവില്ല. അപ്പോൾ ഈ വാസലിൻ ഒരു കുറച്ച് നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കാൽപാദം വിണ്ട് കീറുന്നതിനും അതല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിനും ഇതുപോലെ നിങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഫേസിൽ തേക്കാനുള്ള ഞാൻ വേറെ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു കുറച്ച് 1-2 സ്പൂണുള്ള വാസലിൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരെണ്ണം എടുത്താൽ മതി. ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ എടുക്കണം. അപ്പോൾ ഇത് എത്ര നമുക്കിങ്ങനെ വിണ്ട് കീറിയിരിക്കുന്ന കാൽപാദം ആണെങ്കിലുണ്ടല്ലോ, ജോയിൻ്റ് ആയിട്ട് വരികയും ചെയ്യും, ആ മുറിവ് ഉണങ്ങുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ചേർക്കാനുള്ളത് ഇത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ആയുർവേദ ഷോപ്പിലും നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഗ്ലിസറിൻ കൂടി വാങ്ങിയിട്ട് ഇത് ഈ വാസലിനും വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു 3-4 തുള്ളി ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇരിക്കും, കേടും വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കാൽപാദം വിണ്ട് കീറുന്നുണ്ടെങ്കിൽ കാൽപാദത്തിൽ നമ്മൾ രാത്രി കിടക്കത്തില്ലേ, രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ കാൽപാദത്തിൽ തേച്ചിട്ട് കിടന്നോ. അതല്ലാണ്ട് നമ്മൾ പകലൊക്കെ ഇത് തേച്ചിട്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ തെന്നി വീഴും. കാരണം ടൈൽസിൽ കൂടെ ഒക്കെ നടക്കണമെങ്കിൽ അറിയാലോ, തെന്നി തവിടുകൂടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിടക്കാൻ നേരത്ത് കാലിൽ ഇതുപോലെ വിണ്ട് കീറുന്ന ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് കാൽപാദം വിണ്ട് കീറുന്നതിൻ്റെ ഇത് മാറിക്കിട്ടും. പിന്നെ ഈ ബാമ്പു വരെ നിങ്ങൾ ചുണ്ടത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ വിണ്ട് കീറി ഡ്രൈ ആയിട്ട് വരത്തില്ലേ, അപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല ചുണ്ടൊക്കെ നല്ല രീതിയിൽ ഒരു ഡാർക്കൊക്കെ പോയിട്ട് നല്ലൊരു വിണ്ട് കീറലൊക്കെ മാറി ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല ഗ്ലോ കിട്ടാനായിട്ട് നല്ലതാണ്. ചുണ്ടി തേച്ച് കൊടുക്കാൻ നല്ല കേട്ടോ. ഇത് നിങ്ങൾ ഫേസിൽ തേച്ച് കൊടുക്കുക. ഫേസ് നമുക്ക് എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രാത്രിയോ പകലോ ഏതെങ്കിലും നേരത്ത് ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകണമെന്നൊന്നുമില്ല, തന്നെ സ്കിന്നിലോട്ട് വലിഞ്ഞ് വെക്കോളും. അപ്പോൾ റോസ് വാട്ടർ എടുത്തിട്ട് ഞാൻ നേരത്തെ കുപ്പിയിൽ എന്നായിരുന്നു ഓർക്കണ്ട, ആ കുപ്പിയിൽ ഞാൻ ഇതിന് മുൻപ് ഞാൻ ഫേസിൽ തേക്കുന്ന കേട്ടോ ഇത്. അപ്പം കുറച്ച് കുപ്പിയിൽ റോസ് വാട്ടർ ഇടുന്ന കേട്ടോ. അതിനകത്ത് ഇനി ആ കുപ്പിയിൽ എന്തായിരുന്നു ചോദിക്കണ്ട. അപ്പം കുപ്പിയിൽ റോസ് വാട്ടറാണ്. അപ്പോൾ കുറച്ചും കൂടി എടുത്ത് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഗ്ലിസറിനാട്ടോ എടുത്ത് ഒഴിക്കുന്നത്. അപ്പം ഒരു 3-4 തുള്ളി ഗ്ലിസറിൻ റോസ് വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തേക്കുന്ന ഗ്ലിസറിനും നമ്മളൊരു കുഞ്ഞ് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഷെയ്ക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പം എൻ്റെ അടുത്ത് നാൾ വീഡിയോ എടുത്ത് ചോദിച്ചു, ഈ എന്താ സ്പ്രേ ബോട്ടിൽ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇത് പഴയ അത്തറിൻ്റെ കുപ്പി. അത് എനിക്ക് പറയാൻ പറഞ്ഞാൽ അത്തറിൻ്റെ കുപ്പിനകത്ത് നിന്ന് അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ അത്തർ കുപ്പി ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ, പഴയ അത്തർ കുപ്പിയുടെ സ്പ്രേ ബോട്ടിലിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്തർ കുപ്പിയുടെ സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഈ സ്പ്രേ ബോട്ടിലൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ കടകളിൽ നിന്ന് സ്പ്രേ ബോട്ടിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ റോസ് കളർ ഇട്ടിട്ടില്ല, അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാട്ടെ, 20 കൊടുത്ത് വാങ്ങിച്ചാൽ. ഇത് അത്തർ കുപ്പിയുടെ കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഏതാണെന്ന് നോക്കണ്ട, കടയിൽ വാങ്ങാൻ കിട്ടില്ല. ഇത് അത്ര തന്നെ വാങ്ങണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിങ്ങനെ നമ്മുടെ കയ്യിലോ ഫേസിലൊക്കെ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്തിട്ട് കഴുകി കളയണ്ട, തന്നെ വലിഞ്ഞു നോക്കൂ കേട്ടോ. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കണ്ടില്ല, ഞാനത് തേച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴുകിയിട്ട് ഞാൻ നല്ലൊരു ഗ്ലോ കിട്ടിയത് കൊണ്ട് നിങ്ങളൊന്നും കൂടെ കാണിച്ചു തന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റേത് ബാം ചുണ്ടത്തും തേക്കാം, കാൽപാദത്തിലും തൂക്കാട്ടോ. അപ്പോൾ ഈ 2 രീതിയിലും ചെയ്തോ ഒരു രീതിയിൽ സൈഡ് എഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം. മുറിച്ചിലൊക്കെ ഉള്ള കുട്ടികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തേച്ച് കൊടുത്ത് നോക്കട്ടോ. അപ്പോൾ നല്ലൊരു ഇടുന്നും കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്തവരാരിലൊക്കെ ഒന്ന് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.